എല്ലാവർക്കും നമസ്കാരം. ടാറോ റീഡിംഗ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗംഗ. ഇന്ന് നമുക്കൊരു പയൽ റീഡിംഗ് നോക്കാം. അപ്പം മഹാദേവന്റെ രണ്ട് കാർഡാണ് ഞാൻ പയൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. ഒന്ന് സണ്ണും മറ്റൊന്ന് മൂണുമാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്കറിയാം, ഒന്ന് റെഡ് സണ്ണും യെല്ലോ മൂണുമാണ് കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ആദ്യ പയൽ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് ഉള്ള മെസ്സേജ് എന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് സെക്കൻഡ് പയൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്കുള്ള മെസ്സേജ് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് ഒരു ഒറക്കിൾ കാർഡ് ശിവന്റെയാണ്, മൗണ്ടൻസ്. നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് ഒരു ശിവ ഒറക്കിൾ കാർഡാണ്. ഒറക്കിൾ കാർഡ് വന്നിരിക്കുന്നത് മൗണ്ടൻസ്, ഫൈൻഡ് റിലാക്സേഷൻ ആൻഡ് റീസൊല്യൂഷൻ. അപ്പോൾ നിങ്ങളെന്ന വ്യക്തി ഒരു യാത്ര പോവേണ്ടിയിരിക്കുന്നു. മനസ്സും ശരീരവും ഒക്കെ സ്വസ്ഥമാവാൻ, ശാന്തമാവാൻ ഒരു യാത്ര പോവേണ്ടിയിരിക്കുന്നു എന്നതിന് സൂചിപ്പിക്കുന്നു. പർവ്വതങ്ങൾ എപ്പോഴും അചഞ്ചലമായിട്ട് നിൽക്കുന്നതാണ്. അതുപോലെ നിങ്ങളെന്ന വ്യക്തിയും അചഞ്ചലമായി നിലകൊള്ളുക. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അത് മഹാദേവനിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ അചഞ്ചലനായിട്ട് തന്നെ തുടരുക. പിന്നെ ശാന്തമായിട്ടും സ്വസ്ഥമായും എവിടെയെങ്കിലും ഒന്നില്ലെങ്കിൽ ഒരു ഇതേപോലെ ഒരു മെഡിറ്റേഷൻ പോയിന്റിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രത്തിലേക്കൊക്കെ പോയിട്ട് മനസ്സിനെ റിലാക്സ് ആക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തുക. കാരണം ഒരു റിലാക്സേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വന്നേക്കുന്നത് ഒരു റിലാക്സേഷൻ ആയ കാരണം കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് മഹാദേവൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. സ്വസ്ഥമായിട്ടും ശാന്തമായിട്ടും നിങ്ങളൊരു യാത്ര പോയിട്ട് വരിക. യാത്ര പോയി തിരിച്ചു വരുമ്പോഴത്തേനും നിങ്ങൾക്ക് പരിഹാരമില്ലാത്ത എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തീർച്ചയായിട്ടും കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾ മഹാദേവനെ ശരണം പ്രാപിക്കുക. ശക്തി പഞ്ചാക്ഷരിയോ അല്ലെങ്കിൽ പഞ്ചാക്ഷരിയോ ജപിക്കുക. മഹാദേവന്റെ ക്ഷേത്ര ദർശനങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ രോഗത്തിലോ അല്ലെങ്കിൽ മാനസിക വ്യതയിലോ ഒക്കെ ആണെങ്കിൽ മഹാദേവന് ധാര മഹാശിവക്ഷേത്രങ്ങളിൽ മഹാദേവന് ധാര നേരുക അല്ലെങ്കിൽ ധാര വഴിപാട് കഴിക്കുക. കാരണം നിങ്ങൾക്ക് അവിടെ ഇരുന്നാൽ മഹാദേവൻ ഇരിക്കുന്ന പോലെ നിങ്ങൾക്ക് കാണാനുണ്ടാവും. മഹാദേവനെ ഇരിക്കുന്നത്, മഹാദേവൻ ഇരിക്കുന്ന പോലെ നിങ്ങൾ സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്നിട്ട് ചിന്തിച്ചാൽ അതായത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം മഹാദേവൻ തന്നെ നിങ്ങൾക്ക് നിർദ്ദേശിക്കുമെന്ന് തന്നെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങൾക്കൊരു വിശ്രമം ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു മാർഗനിർദ്ദേശവും നിങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ മാർഗനിർദ്ദേശം തരാൻ നിങ്ങൾക്ക് മഹാദേവൻ തന്നെ നിങ്ങളുടെ കൂടെ വരും. അതേപോലെ നിങ്ങൾക്ക് ആവശ്യമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിന് മഹാദേവനെ തന്നെ കൂട്ടുപിടിക്കുക അല്ലെങ്കിൽ മഹാദേവനെ പ്രാർത്ഥിക്കുക. കൂടുതലും നിങ്ങൾ ശിവഭക്തരാവും ഇത് കാണുക. അത് കാരണം കൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും മഹാദേവനെ തന്നെ സമർപ്പണം ചെയ്തിട്ട് മുന്നോട്ട് പോവുക എന്നാണ് ഫസ്റ്റ് പയൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് മഹാദേവന്റെ നിർദ്ദേശമുള്ളത്. അതേപോലെ നിങ്ങൾ ഒരു മെഡിറ്റേഷനിലൊക്കെ സ്വയം ചെയ്യുക. ഇത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചുമ്മാ ഒരു നമ്മളൊരു വിനോദയാത്ര പോലെ പോവാതെ ശരീരത്തെയും മനസ്സിനെയും ഒരു ധ്യാനത്തിലേക്ക് നയിക്കത്തക്ക, അതായത് റിലാക്സ് ആയിട്ട് വരണമെങ്കിൽ നമ്മളുടെ മൈൻഡ് ഒന്ന് കൺവേർട്ട് ആക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിനെ സ്വസ്ഥമായിട്ട് ഒരു ധ്യാനം, ഞാൻ പറഞ്ഞ പോലെ പഞ്ചാക്ഷരിയൊക്കെ ജപിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ജപിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കാരണം പർവ്വതങ്ങൾ എപ്പോഴും അചഞ്ചലമാണ്. കാരണം ഏതൊരു കൊടുങ്കാറ്റിനെയും ഏത് പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്യാനുള്ളൊരു കഴിവ് പർവ്വതങ്ങൾക്കുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളെന്ന വ്യക്തിയും ഒരു പർവ്വതതുല്യനായി ഏതൊരു പ്രശ്നത്തിലെയും അചഞ്ചലമായിട്ട് നിലകൊള്ളും. ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ മഹാദേവൻ സഹായിക്കുമെന്ന വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ വഴിയിൽ വിജയം വരുന്നതാണ്. നിങ്ങൾ മഹാദേവനിൽ സമർപ്പിക്കൂ. സകല വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും എല്ലാം മഹാദേവന് സമർപ്പിക്കൂ. പരിഹാരം മഹാദേവൻ തന്നെ നിങ്ങൾക്ക് കൊണ്ടെത്തിച്ചു തരുന്നതാണ്. രണ്ടാമത്തെ പയൽ തിരഞ്ഞെടുത്ത ആൾക്കാർ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് പൊതുവെ ഇപ്പോൾ സമയം വളരെ മോശമാണ്. അതായത് ശത്രുദോഷം നിലനിൽക്കണം എന്ന് പറയാം. നിങ്ങൾ ആരൊക്കെയോ മാനസികമായിട്ടും ശാരീരികമായി ആരോ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളൊരു മാന്ത്രികമായിട്ട് പറയുകയാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് ശത്രുബന്ധനം എന്ന് പറയാം. ആ ഒരവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ ഉള്ളത് നിങ്ങളുടെ കർമ്മത്തിൽ മൊത്തം തടസ്സമാണ്. മുന്നോട്ട് പോകാൻ നിങ്ങൾ വഴി കാണാനില്ല. പക്ഷെ ഇവിടെ മഹാദേവനെ ആശ്രയിക്കുക. അതായത് ഭൈരവൻ എന്ന് പറയുമ്പോൾ ശത്രുവിനെ ഹനിക്കാനുള്ള ഊർജത്തെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മൂർത്തിയാണ് ഭൈരവമൂർത്തി.
ഭൈരവനെ സങ്കല്പിച്ചിട്ട് ഏതെങ്കിലും ഭൈരവ മന്ത്രം ജപിക്കാം. അല്ലെങ്കിൽ കാലഭൈരവനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ വഴിപാട് നടത്താം. കാരണം ഇവിടെ നിങ്ങൾക്ക് ശത്രുദോഷം, കഠിനമായ ശത്രുദോഷം നിലനിൽക്കുന്നുണ്ട് തന്നെ പറയാം. നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവില്ല. ശാരീരികമായിട്ടുള്ള ഒട്ടേറെ അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കാം. മുന്നോട്ടുള്ള എല്ലാ തടസ്സങ്ങളും നിങ്ങളുടെ കർമ്മത്തിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിലാണെങ്കിലും എല്ലാത്തിനും തടസ്സങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കാലഭൈരവനെ തന്നെ ശരണം പ്രാപിക്കാം. ഇല്ലെങ്കിൽ ഓം നമോ ഭഗവതി രുദ്രായേ നമ എന്നുള്ള രുദ്ര, അതായത് ഭൈരവ സങ്കല്പത്തിൽ അത് ജപിച്ചാലും മതി. അല്ലെങ്കിൽ കാലഭൈരവ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ കാലഭൈരവ മൂർത്തിയൊക്കെ പോയിട്ട് ക്ഷേത്രങ്ങളിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് പറ്റണ വഴിപാട് ചെയ്യുക. കാരണം ആ വഴിപാട് നേരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ മഹാദേവൻ കാലഭൈരവനായിട്ട് നിങ്ങളുടെ ശത്രുക്കളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഭൈരവ മൂർത്തി വരുമെന്ന് തന്നെയാണ് ഇവിടെ ഭൈരവ സങ്കല്പത്തിൽ മഹാദേവന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് തന്നെയാണ് കാർഡ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് മാത്രമല്ല, അവിടെ ഒരു ദോഷം, നിങ്ങളുടെ ദുരിതങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ മഹാദേവനെ സങ്കല്പിച്ചുകൊണ്ട് പരമാവധി നിങ്ങൾക്ക് എപ്പോഴൊക്കെ മഹാദേവ സങ്കല്പത്തിൽ ക്ഷേത്ര ദർശനം ചെയ്യാൻ കഴിയുമെങ്കിൽ അപ്പോഴൊക്കെ ക്ഷേത്ര ദർശനത്തിന് പോവുക. മഹാദേവന്റെ സഹായം വീണ്ടും സ്വീകരിക്കുക. നിങ്ങൾക്ക് ശത്രുബന്ധനത്തിൽ നിന്ന് മോചനമാക്കിയതിന് ശേഷം നിങ്ങൾ രക്ഷപ്പെട്ടുല്ലോ, ഇനിയിപ്പോൾ മഹാദേവനെ കാണാൻ പോകണ്ടല്ലോ എന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ ലൈഫിൽ മഹാദേവൻ രക്ഷപ്പെടുത്തുമ്പോൾ നിങ്ങൾ എപ്പോഴും മഹാദേവനോട് നന്ദിയുള്ളവരും കടപ്പാടുള്ളവരും ആയിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എപ്പോഴും മഹാദേവൻ കൂടെ ഉണ്ടാവും. മൂൺ തെരഞ്ഞെടുത്ത ആൾക്കാർ മൂണിനെ പോലെയാണ്. ചില നേരത്ത് അവരെല്ലാം ശോഷിച്ചു പോവും, പിന്നെ അവർ വീണ്ടും ഉയർന്നു വരും, പിന്നെ വീണ്ടും ശോഷിച്ചു പോവും, വീണ്ടും ഉയർന്നു വരും. എപ്പോഴും ഇങ്ങനെ ഉദിച്ചു നിൽക്കില്ല, അത് വീണ്ടും കയറി വരും, വീണ്ടും ഡള്ളായി പോവും. ഈ ഒരു അവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥിരത ഇല്ലാത്ത, സ്ഥായിഭാവം ഇല്ലാത്ത രീതിയിൽ കൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് കാർഡ് സൂചിപ്പിക്കുന്നത്. കാരണം പൂർണ്ണത എപ്പോഴും നിങ്ങൾ നേടുന്നില്ല എന്നാ വേണം പറയാൻ. അപ്പോൾ നിങ്ങൾ മഹാദേവനെ മാത്രം ഗുരുവായി സങ്കല്പിച്ചിട്ട് ഓം നമോ ഭഗവതി രുദ്രായി നമ എന്നുള്ള ഈ ഒരു മന്ത്രം നിത്യം ജപിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എവിടെയും പോകാൻ കഴിഞ്ഞില്ല, ക്ഷേത്രങ്ങളൊന്നും പോകാൻ കഴിഞ്ഞില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മന്ത്രം നിങ്ങൾ രാവിലെയും വൈകുന്നേരം ശരീരം ശുദ്ധിയായതിനു ശേഷം ജപിക്കുക. വളരെ മാറ്റങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു 7 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.